കോഴിക്കോട് സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിനിരയായ വയോധികൻ ജീവനൊടുക്കിയതിൽ UDF-നെതിരെ CPIM. ഇബ്രാഹിം ഹാജിയുടെ മരണം കൊലപാതകത്തിന് തുല്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. മുസ്ലിം ലീഗ് ഉന്നത നേതാക്കളാണ് സൊസൈറ്റിയിലേക്ക് ധനസമാഹരണത്തിന് മുന്നിൽ നിന്നതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഈ പണം തരുന്നില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന കാര്യം കൂടി അദ്ദേഹത്തോട് ഈ DCC സെക്രട്ടറിയോട് പറയുകയുണ്ടായി. പണം തിരിച്ചു കിട്ടണം എന്ന വാശിയിൽ ഇദ്ദേഹത്തെ സമീപിച്ചു, സുധീർ കുമാറിനെ സമീപിച്ചു. പക്ഷേ പണം തിരിച്ചു കിട്ടുന്ന നിലയില്ല എന്ന് വന്നപ്പോഴാണ് ഏറ്റവും അവസാനം കടുങ്കൈ ചെയ്തത്. സത്യം പറഞ്ഞാലൊരു ആത്മഹത്യയല്ല, ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഫലപ്രദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകം തന്നെയാണ്. പറഞ്ഞിട്ടാണ് ഞാൻ മരിക്കും, എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടും ഈ 75 ലക്ഷം ഉറുപ്പികയുടെ ഒരു ഭാഗം പോലും തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവമുള്ള പ്രശ്നം. കടത്തനാട് ലേബർ സൊസൈറ്റിയുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാർ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബന്ധമുണ്ട്. പാർട്ടി നേതൃത്വം അറിയാതെയാണ് പ്രവർത്തകർ സൊസൈറ്റി തുടങ്ങിയത്. സുധീർ കുമാർ ഇപ്പോൾ DCC സെക്രട്ടറി അല്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ഈ സൊസൈറ്റി കോൺഗ്രസുമായോ UDF-ഓ യാതൊരു ബന്ധമില്ല, അഫിലിയേഷൻ ഇല്ല. പാർട്ടിയിൽ അഫിലിയേഷൻ ഇല്ലാത്ത എന്നാൽ പാർട്ടിക്കാരന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. കഴിഞ്ഞ ലോക്സഭയിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇങ്ങനെ വിഷയമുണ്ടെന്നത്. ആ വിഷയമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റിയത്. ഇപ്പോൾ പക്ഷെ ഒരു നിക്ഷേപകനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചേനെ. മാത്രവുമല്ല, പാർട്ടിക്ക് ഈ സംഘവുമായി ബന്ധമില്ല, പക്ഷെ പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. അത്തരം പാർട്ടിക്കാരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, എന്തായാലും ഇബ്രാഹിം കുട്ടിയുടെ മരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുന്നു എന്നുള്ളതാണ്. CPIM കടുത്ത ആരോപണവും വിമർശനവും ഉന്നയിക്കുന്നുണ്ട് UDF-നെതിരെ. എന്നാൽ ഇത് പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞത്. എന്താണ് അവിടെ ഈ സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി ഉയർന്നത്? ഈ മരണത്തിന് കാരണം എന്താണ്? സ്വാതി, കടത്തനാട് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോൾ ഇബ്രാഹിം ഹാജിയുടെ മരണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹം DCC സെക്രട്ടറി ആയിട്ടുള്ള, ഇപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത് മുൻ സെക്രട്ടറി എന്നാണ്, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സുധീർ കുമാറിന്റെ വീട്ടിലെത്തി വീട്ടിന് മുൻപിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ദേഹത്തൊഴിച്ച് സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. 60% പൊള്ളലേറ്റു. രാത്രിയോട് കൂടി തന്നെ അദ്ദേഹം മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 13 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സൊസൈറ്റി വടകരയിൽ സ്ഥാപിതമാകുന്നതും പ്രവർത്തിച്ചു വരുന്നതും. ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. 5 ഡയറക്ടർമാരാണ് ഇതിന്റെ ഭാഗമായി ഉള്ളത്. നിലവിലെ സെക്രട്ടറി പ്രീനയാണ്. അതോടൊപ്പം തന്നെ സുധീർ കുമാർ എന്ന് പറയുന്ന ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു DCC സെക്രട്ടറി ആയിട്ടുള്ള ആള്, അദ്ദേഹം അടക്കം അങ്ങനെ 5 പേരാണ് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഒരു സൊസൈറ്റിയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി അന്ന് അതിന്റെ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ എത്തിയത് അത് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അന്ന് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് പൂർണ്ണമായും തന്നെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്നുള്ളത് ഒരു കാര്യം. എന്തുതന്നെയാണെങ്കിലും നിരവധി ആളുകൾക്ക് വലിയ തുക ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും തിരികെ ലഭിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇബ്രാഹിം ഹാജിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാനുണ്ട് എന്നാവശ്യപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ FIR കോപ്പി ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെ 22 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദേശം 75 ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ഈ ഒരു സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു വിധത്തിലും 1 രൂപ പോലും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പറയുന്നത്. സമാന രീതിയിൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ പണം ലഭിക്കാനുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി പണം ലഭിക്കാനുള്ള ആളുകൾ. എന്തായാലും ഇബ്രാഹിം ഹാജിയുടെ മരണം കൊലപാതകത്തിന് തുല്യമെന്നാണ് CPIM പറയുന്നത്. എന്നാൽ അത് നിഷേധിക്കുകയാണ്, ആരോപണങ്ങൾ തള്ളുകയാണ് UDF.